നമ്മുടെ രാജ്യത്ത് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിൻ്റെ വില കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ചെയ്യുന്നൊരു കാര്യം, ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആ സാധനത്തിന്മേൽ ചുമത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നികുതി എത്രയാണോ അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് GST റിഫോംസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ 28% നികുതി എന്ന് പറയുന്ന ഒരു സ്ലാബ് നമ്മൾ എടുത്തു കളയുകയും എന്നിട്ട് മറ്റ് കുറഞ്ഞ നികുതികളിലേക്ക് സാധനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. 12%-ലേക്കൊക്കെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ മാറുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. അത്തരത്തിലാണ് ഗവൺമെൻറ് എങ്ങനെയാണ് ഒരു വിലക്കയറ്റത്തിൽ ഇൻവോൾവ് ചെയ്യുക, മീൻസ് വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ഇൻവോൾവ്മെൻറ്റ് വരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് പറഞ്ഞത് വേറൊന്നിനു വേണ്ടിയല്ല. പക്ഷേ പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു ഉൽപ്പന്നത്തിൻ്റെ പുറത്തുള്ള ഒരു വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സർക്കാരിന് കഴിയില്ല. അവർക്ക് അവർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന, അവരുടെ സർക്കാർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നികുതി ആ ഗവൺമെൻറ്റിന് കുറയ്ക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിൽ അതിഭീകരമായിട്ട് ജനസംഖ്യാ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും, അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഗർഭനിരോധനമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്ന അത്തരം മാർഗങ്ങളുടെ മേലുള്ള നികുതിയിൽ ഇളവ് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിനെയാണ്. അതായത് നമുക്കൊരിക്കലും ആ ഗതികേടില്ല. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാധനത്തിൽ നികുതി കുറയ്ക്കാൻ നമ്മളുടെ സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് കഴിയില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് IMFന് ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നികുതി കുറയ്ക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്തുന്ന സമയത്ത് ഈ IMF പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഒരു സമ്മതത്തോടു കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഏറ്റവും അത് കുറച്ചും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. ആ ലോൺ എടുത്തതിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിൽ ചിക്കൻ വാങ്ങണോ ബീഫ് വാങ്ങണോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ നമ്മൾ ബാങ്കിനെ തന്നെ സമീപിക്കുന്ന അവസ്ഥ. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാങ്കിനെ അറിയിക്കേണ്ടുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് നിലവിൽ പാകിസ്ഥാൻ നിൽക്കുന്നത്. ആ രാജ്യം എത്തി നിൽക്കുന്ന ഒരവസ്ഥയുടെ ദുരവസ്ഥ എത്രമാത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഈ ഒരു വാർത്തയുടെ കൂടെ തന്നെ, ഈ ഒരു ദുരവസ്ഥയോട് കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അസർബൈജാൻ, അതുപോലെ തന്നെ സൗദി അറേബ്യ ഏകദേശം 56,000-ലധികം പാകിസ്ഥാൻ പൗരന്മാരെ അവരുടെ രാജ്യത്തുനിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ഈ പറയുന്ന രാജ്യങ്ങളിൽ പോയി ഭിക്ഷാടനം നടത്തിയതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഡീപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഇൻഡെക്സ്, ഒരു സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വാർത്തയാവുന്ന പലതരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ, റിസർച്ച് റിപ്പോർട്ടുകളിലൊക്കെ തന്നെയും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിലാണ്. ഇനി ആഗോള ദാരിദ്ര്യ സൂചിക എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിലാണ്. ഇനി ലോക സമാധാനത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. ഇനി ഏറ്റവും ആളുകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിലെടുത്ത് നോക്കിയാലും ഒരുപക്ഷെ ഇന്ത്യയേക്കാൾ മുന്നിലായിരിക്കും പാകിസ്ഥാൻ നിൽക്കുന്നത്. അതായത് റാങ്കിങ്ങിൻ്റെ സ്ഥാനത്ത് ടോപ്പിൽ നിൽക്കുന്ന, ഇന്ത്യയേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പൗരന്മാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നെങ്കിൽ തീവ്രവാദമായിരിക്കാം, രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഭിക്ഷാടനം നടത്തുന്നതിൻ്റെ പേരിലാണ്. ഇതേ രാജ്യം തന്നെ ഇതേ ഹാപ്പിനെസ് ഇൻഡെക്സിലും അതിദാരിദ്ര്യ മുക്തിയുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഇന്ത്യയെ കടത്തി വെട്ടി നിൽക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് IMFൻ്റെ ഒരു സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ അവരുടെ അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ കോണ്ടത്തിന് പോലും വില കുറയ്ക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സാഹചര്യം. അവരുടെ ന്യായം, ഇപ്പോൾ ഈ ആവശ്യം ന്യായമാണെങ്കിൽ പോലും ഈ പറയുന്ന ഒരു വില കുറവ് വരുത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിലയിലൊരു കുറവ് വരുത്തണം, നികുതിയിലൊരു കുറവ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാനുള്ളത്. ഇനി ഇത് നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഈ കേൾക്കുന്ന, നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സ്വതന്ത്ര ഏജൻസികൾ എന്നൊക്കെ പറയുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സർവേകൾക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? അവരൊക്കെ തന്നെയും ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ബർമയേക്കാൾ, മ്യാൻമറിനേക്കാൾ സമാധാനം കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ശ്രീലങ്കയേക്കാൾ സാമ്പത്തിക സുരക്ഷിതത്വം കുറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്താണ് പാകിസ്ഥാനാണ് നമുക്ക് മുകളിൽ നിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് ചുറ്റപ്പെട്ട കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ നോക്കിയാലും നമുക്ക് ചുറ്റപ്പെട്ട് കിടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങളാൽ കലുഷിതമായി കിടക്കുന്ന, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പരകോടിയിൽ നിൽക്കുന്ന, എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കുന്ന പല രാജ്യങ്ങളും ഈ പറയുന്ന റിസർച്ച് സർവേകളുടെയൊക്കെ ഫലത്തിൽ നമ്മളെക്കാളൊക്കെ എത്രയോ പടി മുന്നിൽ ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്.
ഈ സർവേകളൊക്കെ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ചോദ്യം. അതിന് വേണ്ടിയിട്ടാണ് ഈ 2 എക്സാമ്പിൾ പറഞ്ഞത്. കാരണം ഈ 2 മാറ്ററിലും നമുക്കൊരിക്കലും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു IMFൻ്റെ പുറത്ത് ഉള്ള ഒരു കടത്തിൻ്റെ പുറത്തിൽ ഇന്ത്യയിലെ നികുതി ഘടന IMF നിയന്ത്രിക്കുന്ന ഒരു കാലത്തും ഇന്ത്യയിൽ വരില്ല. അതല്ലെങ്കിൽ വേൾഡ് ബാങ്കോ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കോ ഇന്ത്യയിലെ നികുതി ഘടന ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുന്നവരില്ല. പിന്നെ ഒരുപാട് ട്രീറ്റുകളുടെയൊക്കെ പുറത്ത് ഇപ്പോൾ പല കാര്യങ്ങളിലും നികുതികളിൽ നമ്മൾ ട്രീറ്റുകളിൽ ഒപ്പിടാറുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്തരീക്ഷ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഇത്ര നികുതി നമ്മൾ ചുമത്തിയേ പറ്റുള്ളൂ എന്നുള്ളൊരു ട്രീറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ നികുതി തന്നെ ചുമത്തും. പക്ഷേ ഒരു കടം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻസിന് നമ്മൾ നിന്ന് കൊടുക്കുകയോ വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരിക്കലുമില്ല. ഏതൊക്കെ ഇൻഡെക്സുകളിൽ ഈ പറയുന്ന ഏതൊക്കെ സ്വതന്ത്ര ഏജൻസികൾ നമ്മുടെ രാജ്യത്തിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമ്മളെ ഏറ്റവും താഴെ ബോട്ടം ലൈനിൽ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന് അത്തരത്തിലുള്ള ഗതികേട് വരില്ല എന്നുള്ള ഒരു ഉറപ്പും കൂടെയാണ് ഈ നാട്ടിലെ ഏകദേശം 1.4 ബില്യൺ ജനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇത്തരത്തിലുള്ള സ്വതന്ത്ര ഏജൻസികളുടെ വിശ്വാസ്യത എത്രമാത്രം നാരോയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. താങ്ക് യു.